ഹംഗേറിയൻ ജീപ്പിലെ ബ്ലൂ ഫ്ലാഗ് ഡ്രാമകളും F1 ഫാൻസിന് ബാറ്ററി ഡേറ്റയുടെ ആവശ്യമില്ല എന്നുള്ള F1 CEO ഡൊമിനിക് കാലോയുടെ സ്റ്റേറ്റ്മെന്റും സത്യത്തിൽ F1 ഫാൻസിനോട് കാണിക്കുന്ന അനാസ്ഥയും F1 അവരുടെ പുതിയ റെഗുലേഷൻസിന്റെ ഫോൾട്ടുകളെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്യുന്നു. ഇനി പറയാൻ പോകുന്നത് എന്റെ ഒപ്പീനിയൻസ് ആണ്. യു ഗൈസ് ക്യാൻ കമന്റ് യുവർ തോട്ട്സ് ആസ് വെൽ. ആദ്യം ഹംഗേറിയൻ ജീപ്പിലെ ബ്ലൂ ഫ്ലാഗ് ഡ്രാമകളെ പറ്റി പറയാം. സത്യത്തിൽ ഒരു ടെക്നിക്കൽ ഫെയിലിയർ ആയിരുന്നു. ഏകദേശം 9 ലാപ്പുകളോളം ഈ ബ്ലൂ ഫ്ലാഗ് സിസ്റ്റം സത്യത്തിൽ ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. ഇൻഫാക്ട് ലാൻഡോ നോറിസിനും കിമി ആന്റോണിലേക്കും വരെ അവർ ബ്ലൂ ഫ്ലാഗ് വേവ് ചെയ്തു. ആൻഡ് F1 പോലത്തെ ഒരു എലൈറ്റ് സ്പോർട്ടിൽ ദിസ് മിസ്റ്റേക്ക് ഈസ് അൺഅക്സെപ്റ്റബിൾ. സത്യത്തിൽ ഇങ്ങനത്തെ മിസ്റ്റേക്ക് വലിയ റേസിംഗ് ഇൻസിഡന്റിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട്. ഇനി കാർലോസ് സൈൻസിന്റെ മിസ്റ്റേക്കിനെ പറ്റി പറയാം. അവിടെ ക്ലിയർലി ബ്ലൂ ഫ്ലാഗ് ഉണ്ടായിരുന്നു ആൻഡ് ഇറ്റ് വാസ് എ ക്ലിയർ മിസ്റ്റേക്ക് ഫ്രം കാർലോസ് സൈൻസ്. പക്ഷേ ഈ പുതിയ റെഗുലേഷൻസ് കാരണം ഈ മിസ്റ്റേക്ക് എങ്ങനെ ഉണ്ടാകുന്നുള്ള ഒരു പോസിബിലിറ്റി പറ്റി ഞാൻ പറയാം. പുതിയ കോംപ്ലക്സ് റെഗുലേഷൻസ് കാരണം ഒരു ലാപ്പിലേക്ക് കടക്കുമ്പോൾ തന്നെ ഡ്രൈവറുടെ മൈൻഡിൽ എവിടെ എനർജി ഡിപ്ലോയ് ചെയ്യണം, ഏത് പോയിന്റിൽ ഓവർടേക്ക് ചെയ്ത് അഡ്വാൻറ്റേജ് നടത്തണം, എവിടെ ഓവർടേക്ക് ബട്ടൺ ചെക്കണം, എവിടെ ബൂസ്റ്റ് ബട്ടൺ ചെക്കണം, ഇങ്ങനത്തെ കുറേ കോംപ്ലക്സ് കാൽക്കുലേഷൻ അവരുടെ മൈൻഡിൽ കൂടെ പോകുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അവരുടെ മെന്റൽ അവയർനെസ് കുറയാനും വളരെ സാധ്യതയുണ്ട്. പ്ലസ് അവരുടെ ഡ്രൈവിംഗ് സ്റ്റൈലിൽ നിന്ന് അവർ ഡീവിയേറ്റ് ചെയ്ത് പോകാനും സാധ്യതയുണ്ട്. ആൻഡ് ഇങ്ങനെ നാച്ചുറൽ സ്റ്റൈലിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യും അവരുടെ അവയർനെസ് കുറയുകയും ചെയ്താൽ ബ്ലൂ ഫ്ലാഗ് കണക്കത്തെ ഒരു പെരിഫറൽ സിഗ്നലിനോട് റിയാക്ട് ചെയ്യാനുള്ള അവരുടെ കഴിവ് കുറയാൻ സാധ്യതയുണ്ട്. ബട്ട് ഇതൊരു പോസിബിലിറ്റി മാത്രമാണ്. ആൻഡ് ലാൻഡോ നോറിസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഓരോ റേസിലും ഞാൻ കാർ ഓടിക്കുമ്പോൾ ഞാനൊരു പുതിയ കാർ ഓടിക്കുന്ന ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത്. ദിസ് സ്റ്റേറ്റ്മെന്റ് പോയിന്റ്സ് ടുവേർഡ്സ് ദിസ് പോസിബിലിറ്റി. ഇനി ഡൊമിനിക് കാലോയുടെ സ്റ്റേറ്റ്മെന്റ്, അതായത് ഫാൻസിന് ആക്ഷനോടെ താല്പര്യമുള്ളൂ, ബാറ്ററി ഡിപ്ലോയ്മെന്റ് ഡേറ്റ അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ വെരി ബാഡ് സ്റ്റേറ്റ്മെന്റ്. ഒരു ഫാൻ ഒരു സ്പോർട്ട് ഇവന്റിനോട് താല്പര്യം കൂടുന്നത് അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ കണ്ടിട്ടും അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി കൂടുതൽ അറിവ് കിട്ടുമ്പോഴാണ്. ആൻഡ് ഇത് രണ്ടും F1 ഇപ്പോൾ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ. കഴിഞ്ഞ കുറേ റേസുകളായിട്ട് മിഡ്ഫീൽഡിൽ പോയിന്റ്സിന് വേണ്ടി നടക്കുന്ന നല്ല ബാറ്റുകളിലും നല്ല ഓവർടേക്കുകളും F1 ലൈവ് ടെലികാസ്റ്റ് കാണിച്ചിട്ടില്ല. ദെൻ ജോർജ് റസലിൻ്റെ ഒരു നല്ല കമ്പാക്ക് ഉണ്ടായിരുന്നു ഹംഗറിയിൽ P21 നിന്ന് P7 ആ കമ്പാക്കും കാണിച്ചിട്ടില്ല. ഇൻഫാക്ട് ജോർജ് ഈ സീസണിൽ 1-2 പോയിന്റ് അവസാനം ചാമ്പ്യൻഷിപ്പ് അടിക്കുകയാണെങ്കിൽ ഈ കമ്പാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴെന്താ ലൈവ് ടെലികാസ്റ്റ് ചെയ്ത് കാണിച്ചിട്ട് പോലില്ല. നമ്മൾ നല്ല പൈസ മുടക്കി സബ്സ്ക്രിപ്ഷൻ എടുത്തേക്കുന്നത് ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ കൂടെ കാണാൻ വേണ്ടിയാണ്. സോ ദാറ്റ് ഈസ് വെരി ബാഡ് ഫ്രം F1. രണ്ടാമത്തെ ബാറ്ററി ഡിപ്ലോയ്മെൻറ്റ് കണക്കത്തെ ഡേറ്റ. പുതിയ റെഗുലേഷൻസ് കാരണം ബാറ്ററി ഡിപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ആണ് ഒരു റേസിലെ ഏറ്റവും വലിയ ഡിസൈഡിംഗ് ഫാക്ടർ. സോ റേസ് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറെ പറ്റി ഫാൻസിന് അറിയാനുള്ള ചാൻസ് ഒഴിവാക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള തീരുമാനമായിരുന്നു. ഇതുവഴി നമുക്ക് ഈ പുതിയ റെഗുലേഷനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ചാൻസുകളും വളരെ കുറയുകയാണ് ചെയ്തത്. സോ ഇതുവഴി F1 അവരുടെ പുതിയ കോംപ്ലക്സ് റെഗുലേഷൻസിന്റെ വീക്ക് പോയിന്റുകളെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് പിനക്കിൾ ഓഫ് മോട്ടോർ സ്പോർട്ട് എന്ന് പറയുന്ന F1 നിന്ന് ഫാൻസ് ഇതല്ല പ്രതീക്ഷിക്കുന്നത്. സോ വാട്ട് ഡു യു ഗൈസ് തിങ്ക്? കമന്റ് ബിലോ ആൻഡ് ഫോളോ ഫോർ മോർ F1 കണ്ടന്റ്.